പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്നും ലിഡിയ ജേക്കബ് കൂടി ചേരുകയാണ്. ലിഡിയ, ഇത്തവണ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് പൊങ്കാലയിടാൻ അനുവദിക്കില്ല എന്ന് ക്ഷേത്ര ഭരണസമിതി മുൻപ് പറഞ്ഞിരുന്നു. പക്ഷേ സ്വാഭാവികമായും ആറ്റുകാലേക്ക് എത്തുന്ന എല്ലാവരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കും എത്തും ഉറപ്പായും. എന്താണ് നിലവിൽ അടുത്ത വിവരങ്ങൾ? അക്ഷിത സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുൻപിലുമുള്ളത്. ഈ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായി വരുന്ന ഭക്തജനങ്ങൾ എന്തായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി മാത്രമേ മടങ്ങുകയുള്ളൂ. ഇതാ എനിക്ക് പിന്നിലേക്ക് കാണുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. വലിയ ഭക്തജന തിരക്ക് തന്നെയാണ്. ലക്ഷങ്ങളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് എന്ന് തന്നെ വേണം പറയാൻ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഈ രാപ്പകലില്ലാതെ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഓണത്തെക്കാളും വിഷുവിനെക്കാളും ഒക്കെ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ആഘോഷമാകുന്നതായി പൊങ്കാല മഹോത്സവം തന്നെയാണ്. അതിനായി മാസങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരത്തുകാർ ഒരുങ്ങും. അതുപോലെ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ മാസങ്ങൾക്ക് മുൻപേ ഒരുങ്ങി ഈ അനന്തപുരിയിലേക്ക് എത്തും എന്നുള്ളതാണ്. എനിക്ക് ചുറ്റും ഈ കാണുന്നത് വിവിധങ്ങളായിട്ടുള്ള കടകളും വിൽപ്പനകളും ഒക്കെയാണ്. ഈ ഭക്തജനങ്ങൾ അവസാന വട്ട ഷോപ്പിങ്ങിലും അതുപോലെ തന്നെ ഈ ഒരു സാധനങ്ങൾ വാങ്ങുന്ന തിരക്കിലും ഒക്കെയാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളും ഒക്കെ ഈ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് അണിനിരന്നിട്ടുണ്ട്. നിരവധി ഭക്തജനങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. 2 ദിവസം മുൻപ് തന്നെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തെരുവീതികളിലായി പൊങ്കാല അടുപ്പുകളും കാര്യങ്ങളും ഒക്കെ അതിനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്തായാലും പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആളുകൾ അവിടേക്കും എത്തുന്നുണ്ട് വലിയ തോതിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.